പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ചേലക്കരയിൽ പാചകവാതക വിതരണം സ്തംഭിക്കുന്നു. ലക്ഷ്മി ഗ്യാസ് വേൾഡിൽ സിലിണ്ടറിനായി 62 ദിവസത്തെ കാത്തിരിപ്പ് വേണ്ടിവരുന്നത് സാധാരണക്കാരെയും കേറ്ററിംഗ് മേഖലയെയും കടുത്ത പ്രതിസന്ധിയിലാക്കി. സംസ്ഥാനത്ത് പാചകവാതക വിതരണത്തിൽ നേരിടുന്ന കടുത്ത പ്രതിസന്ധി സാധാരണക്കാരെയും വാണിജ്യ മേഖലയെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. ചേലക്കര മേഖലയിലെ പ്രമുഖ വിതരണക്കാരായ ലക്ഷ്മി ഗ്യാസ് വേൾഡ് ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ സിലിണ്ടർ ലഭ്യതയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലാണ്. നിലവിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്ത ബുക്കിംഗിനായി 41 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഏജൻസി അധികൃതർ വ്യക്തമാക്കുന്നു. ബുക്കിംഗ് പൂർത്തിയാക്കിയാലും സിലിണ്ടർ കയ്യിൽ കിട്ടാൻ വീണ്ടും 21 ദിവസത്തോളം താമസമെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടെ പാചകവാതക ലഭ്യതയ്ക്കായി ആകെ 62 ദിവസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. ഏജൻസികളിലെ ബുക്കിംഗ് ടെലിഫോൺ നമ്പറുകൾ പലപ്പോഴും പ്രവർത്തനരഹിതമായതോ ബിസിയായതോ ആയതിനാൽ ഉപഭോക്താക്കൾ നേരിട്ട് ഏജൻസികളിലെത്തി ബുക്ക് ചെയ്യേണ്ടി വരുന്നു. വരും ദിവസങ്ങളിൽ ക്ഷാമം കടുക്കുമെന്ന ആശങ്കയിൽ പരിഭ്രാന്തരായ ജനങ്ങൾ ഏജൻസികളിലേക്ക് കൂട്ടമായി എത്തുകയാണ്. വീടുകളിലെ നിത്യോപയോഗത്തെയും ഹോട്ടൽ മേഖലയെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി വളരുകയാണ്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ പരിഹരിച്ച് സിലിണ്ടറുകൾ വേഗത്തിൽ ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യതയിലുണ്ടായ കുറവ് സംസ്ഥാനത്തെ കാറ്ററിംഗ് മേഖലയെയും കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തുന്നു. വിവാഹങ്ങൾ, സ്വീകരണങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയ്ക്കായി ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ഒരുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സിലിണ്ടറുകളുടെ വിതരണം മുടങ്ങുന്നത് വലിയ തിരിച്ചടിയാണെന്ന് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷമീർ PM ചേലക്കരയിൽ പറഞ്ഞു. എൻ്റെ പേര് ഷമീർ, ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ്. ഈ LPGയുടെ ലഭ്യത കുറഞ്ഞത് ഞങ്ങളെ വളരെയധികം ബാധിച്ചൊരു മേഖലയാണ് കാറ്ററിംഗ് മേഖല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മേഖലയെക്കാളും കൂടുതൽ ബാധിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കാറ്ററിംഗുകാർക്ക് 6 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ മുന്നേ ബുക്കിംഗ് എടുത്തിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ കല്യാണങ്ങളായാലും ഇനി ഞങ്ങൾക്ക് സീസണാണ് വരുന്നത്. ഇപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഇനി സീസണാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 6 മാസമൊക്കെ മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ള ഓർഡറുകളുണ്ട്. അതൊക്കെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ ഇതിന്റെ ലഭ്യത കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഇപ്പോൾ ഇഫ്താർ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് ഇഫ്താർ പരിപാടികൾ നമ്മൾ ഒരുപാട് കാറ്ററിംഗുകാർക്ക് നമുക്ക് ക്യാൻസലായ ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്യാസിന്റെ ലഭ്യത ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ ഒരു നഷ്ടത്തിലേക്ക് കാറ്ററിംഗ് മേഖല പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇത് അതായത് സംസ്ഥാന ഗവൺമെന്റ് ആയാലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരായാലും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു നിശ്ചിത ഒരു ഗ്യാസ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഞങ്ങളെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഏകദേശം 600ഓളം കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്ഥാപനത്തിൽ ഏകദേശം ആയിരക്കണക്കിന് ജോലിക്കാരുണ്ട്. ഇതൊക്കെ വലിയ തോതിലുള്ള നഷ്ടത്തിലാണ് ഈ കാറ്ററിംഗ് മേഖല പോകാൻ സാധ്യതയുള്ളത്. ആയതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ ക്യാൻറ്റീനുകൾക്കും കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ ഞങ്ങൾക്കും ഗ്യാസിന്റെ ലഭ്യത ഒന്ന് ഉറപ്പുവരുത്തണമെന്ന് ഈ സാഹചര്യത്തിൽ അറിയിക്കുന്നു. ആവശ്യത്തിന് ഗ്യാസ് ലഭിക്കാത്തതിനാൽ പല പരിപാടികളിലും സേവനം വൈകാനും സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകരാനും ഇത് കാരണമാകുന്നുണ്ട്. ഇതിപ്പോ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പൊ നമുക്ക് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ വിറകൊക്കെ ഉപയോഗിച്ച് നമുക്ക് പാചകം ചെയ്യാമെങ്കിലും ഇതിന് ചില കിച്ചണുകൾ അതിനുള്ള സൗകര്യങ്ങളില്ല. വിറക് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഗ്യാസ് തന്നെയാണ് നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഗ്യാസ് തന്നെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം വിറക് പല കിച്ചണുകളിലും ടൗണുകളിലൊന്നും വിറക് ഉപയോഗിക്കാനുള്ള സംവിധാനം ഇല്ല. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പിന്നെയും നമുക്ക് ഉപയോഗിക്കാം. ടൗണുകളിലെ കിച്ചണുകളിൽ നമുക്ക് ഗ്യാസ് അല്ലാതെ വിറക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുകശല്യവും അതുപോലെ മറ്റേ അയൽപക്കത്തെ ആളുകളുടെ
കംപ്ലൈന്റുകളും AC ഓഡിറ്റോറിയങ്ങളിൽ ലൈവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പൊ കൂടുതലും ലൈവുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഫംഗ്ഷൻ ആയാലും ഇപ്പോൾ ലൈവ് ദോശകളായാലും പൊറോട്ട ആയാലും ഇങ്ങനെ ഇതൊക്കെ ഗ്യാസ് കൊണ്ടേ നമുക്ക് പറ്റുള്ളൂ. വിറക് ഉപയോഗിച്ച് നമുക്ക് ലൈവ് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പൊ ഒരു 6 മാസം മുന്നേക്ക് ബുക്ക് ചെയ്ത പരിപാടികൾ അവരെല്ലാം ക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളടുത്ത് വരുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇല്ല, ഇപ്പൊ ലഭിക്കുന്ന സാഹചര്യമല്ല. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഇപ്പൊ ഒരു സിലിണ്ടർ പോലും ഞങ്ങളുടെ ഏരിയയിൽ കിട്ടുന്നില്ല. മുൻകൂട്ടി ബുക്കിംഗ് എടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടവും ആശങ്കയുമാണ് നേരിടുന്നത്. ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനവും ഇതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം അടിയന്തരമായി ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എണ്ണ കമ്പനികളും ഉടൻ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളിപ്പോ എല്ലാ ജില്ലകളിലും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചീഫ് മിനിസ്റ്റർക്ക് നമ്മൾ മെമ്മോറണ്ടം കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളും MP-മാർക്ക് നമ്മൾ മെമ്മോറണ്ടം കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ലഭ്യത കുറഞ്ഞിങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. നിർത്തേണ്ട അവസ്ഥയിലേക്കാവും, ഒരു സംശയമില്ല. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖല ആയിരിക്കും കാറ്ററിംഗ് മേഖല. CCV ന്യൂസ്, ചേലക്കര.